ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരസ്ഥാനങ്ങൾ, അതായത് വെസ്റ്റേൺ നോട്ട്സിൻ്റെയും കർണാട്ടിക് നോട്ട്സിൻ്റെയും സ്വരസ്ഥാനങ്ങൾ മുഴുവൻ പഠിച്ചു. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കീബോർഡ് സ്വായത്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഷുവറായിട്ട് പറയാം, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു പ്രൊഫഷണൽ കീബോർഡിസ്റ്റായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതായത് കൈയുടെ ഒഴുക്കെല്ലാം വ്യക്തമായിട്ട് സ്പീഡാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് വെസ്റ്റേൺ നോട്ട്സുകൾ എങ്ങനെ അതിൻ്റെ ഫിംഗർ പാറ്റേൺ എങ്ങനെയാണ് സ്പീഡിൽ നമുക്ക് വിരലുകൾ ഉപയോഗിച്ച് സ്പീഡിൽ നോട്ടുകളിൽ വായിക്കാനായിട്ട് സാധിക്കുന്നതെന്നുള്ളൊരു പ്രാക്ടീസാണ് തരുന്നത്. അപ്പോൾ നമ്മുടെ വിരലുകളാണ് നമുക്ക് കീബോർഡിൽ ഏറ്റവും സ്പീഡിൽ ചലിക്കേണ്ടത്. അപ്പോൾ വിരലുകൾക്ക് അത്രയധികം പ്രാധാന്യമാണ് കീബോർഡിനുള്ളത്. ഏത് ഇൻസ്ട്രുമെൻറ്റിനും വിരലുകളാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് ആ വിരലുകൾ എങ്ങനെ നമുക്ക് ആ ഏത് പാറ്റേണിലാണ് വെസ്റ്റേൺ നോട്ടുകൾ വായിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ വൈറ്റ് കീകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു റൂട്ടാണ്, സിയുടെ റൂട്ടാണ്. നമ്മൾ റൂട്ടുകൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇത് സിയുടെ റൂട്ടാണ്. അപ്പോൾ ആ സിയുടെ റൂട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്ന നോട്ടുകൾ സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. അപ്പോൾ ഇതിന് വരുന്ന ഫിംഗർ പാറ്റേൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന നോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗർ തം ഫിംഗറാണ്, നമ്മുടെ തള്ളവിരലാണ്. തം ഫിംഗറാണ് നമ്മൾ സി എന്ന് പറയുന്ന നോട്ടിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് അത് ഒന്നാമത്തെ ഫിംഗർ. രണ്ടാമത്തെ ഫിംഗർ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന നോട്ടിൽ നമ്മൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ. അടുത്തത് ഇ എന്ന് പറയുന്ന മൂന്നാമത്തെ നോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മിഡിൽ ഫിംഗർ, നടുവിരൽ, മിഡിൽ ഫിംഗർ. അടുത്തത് നമ്മൾ വീണ്ടും എഫ് എന്ന് പറയുന്ന നോട്ടിൽ നമ്മൾ വീണ്ടും ഒന്നാമത്തെ ഫിംഗറായിട്ടുള്ള തം ഫിംഗർ. അടുത്തത് ജി എന്ന് പറയുന്ന നോട്ടിൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ. അടുത്തത് എ എന്ന് പറയുന്ന നോട്ടിൽ നമ്മൾ നമ്മുടെ മിഡിൽ ഫിംഗർ, നടുവിരൽ. അടുത്തത് ബി എന്ന് പറയുന്ന നോട്ടിൽ നമ്മൾ റിംഗ് ഫിംഗർ അല്ലെങ്കിൽ മോതിരവിരൽ എന്ന് പറയുന്ന റിംഗ് ഫിംഗറാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് മേളിത്തെ സാ വരുമ്പോൾ നമ്മുടെ പിങ്കി ഫിംഗർ, അതായത് ചെറുവിരൽ. ഇതാണ് നമ്മുടെ കീബോർഡിൽ വായിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, വെസ്റ്റേണിൽ ഉപയോഗിക്കുന്ന ഫിംഗർ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് 1 2 3 1 2 3 4 5. അപ്പോൾ നമ്മുടെ ഫിംഗർ ഇങ്ങനെ വെക്കുവാണെങ്കിൽ 1 2 3 1 2 3 4 5. അങ്ങനെയാണ് നമ്മുടെ ഫിംഗർ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. 1 2 3 1 2 3 4 5. ഇനി തിരിച്ചു വരിക. 5 4 3 2 1 3 2 1. ഇങ്ങനെയാണ് നമ്മുടെ ഫിംഗർ വരുന്നത്. 1 2 3 1 2 3 4 5. അപ്പോൾ നമ്മൾ 5 ഇങ്ങനെ നേരെ പിടിക്കുമ്പോൾ 5 ഫിംഗർ, തമ്പു മുതൽ പിങ്കി വരെ നമ്മൾ എണ്ണുക. 1 1 2 3 4 5. അപ്പം ആ ക്രമത്തിൽ നമ്മൾ 1 2 3 പിന്നെ 1 2 3 4 5 എന്ന നോട്ടുകൾ നമ്മൾ വായിക്കുക. അതിനി മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക.
ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സ്പീഡിൽ പഠിക്കുക. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ നോട്ടിൽ വരുന്ന ഫിംഗർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്, നിങ്ങൾക്കൊരു ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ്, ലൈക്കിലൂടെയാണ് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരുന്നത്. അത് നമ്മുടെ ഒരു ഊർജ്ജമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ചാനൽ ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവർക്കൂടെ വീഡിയോസ് കാണത്തക്ക വിധം നിങ്ങൾ ഷെയർ ചെയ്ത് അവർക്കൂടെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.